So ട്രാൻസ്മിഷൻ ലൈൻസിന് എന്തായിരിക്കണം, പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ലോസ്ലെസ് ലൈൻ ആയിരിക്കും. ആൻഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ടെലിഫോൺ ലൈൻസ് ഒക്കെ എങ്ങനെയുള്ളതായിരിക്കണം, ഡിസ്റ്റോർഷൻലെസ് ലൈൻസ് ആയിരിക്കണം. കാരണം കമ്മ്യൂണിക്കേഷനിൽ ലോസ് വരാനായിട്ട്, നോയ്സ് വരാൻ പാടില്ല. സോ ദ ടെലിഫോൺ ലൈൻ ഷുഡ് ബി ഡിസ്റ്റോർഷൻലെസ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ ലൈൻ ഷുഡ് ബി ലോസ്ലെസ്. ദെൻ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എയർലൈൻ ഹാസ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഓഫ് 70 ohm. അപ്പോൾ ഒരു എയർലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് മീൻസ് Z0 ഈക്വൽ ടു 70 ohm എന്ന് തന്നിട്ടുണ്ട്. ദെൻ ആൻഡ് ഫേസ് കോൺസ്റ്റന്റ് മീൻസ് ബീറ്റ is equal to 3 radians per meter എന്ന് തന്നിട്ടുണ്ട്. 3 radians per meter at 100 megahertz. ഫ്രീക്വൻസി എന്ന് തന്നിട്ടുണ്ട്. F is equal to 100 megahertz എന്ന് തന്നിട്ടുണ്ട്. Okay. Then calculate the inductance per meter and the capacitance per meter of the line. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? L കണ്ടുപിടിക്കണം. That is inductance per unit length and capacitance കണ്ടുപിടിക്കണം. കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. എല്ലും സിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്, ഫേസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ആൻഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ ആൻ എയർലൈൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ ലോസ്ലെസ് ലൈൻ. അപ്പോൾ ഒരു എയർലൈനെ നമുക്കൊരു ലോസ്ലെസ് ലൈനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു എയർലൈൻ എന്ന് പറയുന്നത് ഒരു ലോസ്ലെസ് ലൈനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഫോർ എ ലോസ്ലെസ് ലൈൻ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആണല്ലേ. ലോസ്ലെസ് ലൈന് കണ്ടക്ടിവിറ്റി ഷുഡ് ബി 0. സോ സിഗ്മ വിൽ ബി ഈക്വൽ ടു 0. ആൻഡ് ഹെൻസ് ലോസ്ലെസ് ലൈനിന് കണ്ടീഷൻ എന്താ, നെസസറി കണ്ടീഷൻ എന്താ, R is equal to G is equal to 0. For a line to be, transmission line to be lossless, the necessary condition is R is equal to 0 is equal to G ആണ്, and alpha is equal to 0. Okay, alpha എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും for a lossless line. So നമുക്ക് Z0 എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും? Z0 will be Z0 is equal to root of L by C ആണ്. റിയൽ ടേം മാത്രമേ ഉള്ളൂ. root of L by C ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്, 70 ohm തന്നിട്ടുണ്ട്. 70 ohm എന്ന് തന്നിട്ടുണ്ട്. ദെൻ ബീറ്റ എന്ന് പറയുന്നത് ആൽഫ is equal to 0 and beta is equal to omega root LC ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 3 radians per meter എന്ന് തന്നിട്ടുണ്ട്. 3 radians per meter എന്ന് തന്നിട്ടുണ്ട് ബീറ്റ. That is equal to omega root LC. Then നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് എന്തെന്ന് കിട്ടും, R0 ഡിവൈഡഡ് ബൈ ബീറ്റ. R0 ഡിവൈഡഡ് ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, R0 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് L ബൈ സി. റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് LC. Then root L and root L get cancelled, so we will get എന്തെന്ന് കിട്ടും, and root C into root C becomes C, that is 1 by omega C എന്ന് കിട്ടും. R0 divided by beta is equal to 1 by omega C എന്ന് കിട്ടും. From this R0 divided by beta is equal to 1 by omega C, so C can be written as എന്തെന്ന് എഴുതാനായിട്ട് സാധിക്കും, C is equal to beta divided by omega R0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ബീറ്റ ഡിവൈഡഡ് ബൈ ഒമേഗ R0. ബീറ്റയുടെ വാല്യൂ എന്താണ്, ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, 2πf ആണല്ലേ. 2πf, ദാറ്റ് ഈസ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. 2π ഇൻറ്റു ഫ്രീക്വൻസി എന്താണ്, 100 MHz. 100 ഇൻറ്റു 10⁻⁶. Okay, 100 into 10⁻⁶. Then substituting the values, C എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ബീറ്റ എന്ന് പറയുന്നത് 3 radians per meter തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 2πf, 2π into 100 into 10⁻⁶. Then R0 എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുള്ളത്, 70 ohm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 70 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ആൻസർ ആസ് 68.2 picofarads per meter എന്ന് കിട്ടും. 68.2 picofarads per meter. Okay. Then L is equal to
L എന്ന് പറയുന്നത് ആർ നോട്ട് സ്ക്വയർ സിന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കാരണം എന്തുകൊണ്ട് ആർ നോട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ ബൈ സി ആണ്. ദെൻ സ്ക്വയർ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ആർ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ ബൈ സി. ദെൻ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി അറിയാം, ആർ നോട്ട് അറിയാം. സോ വി ക്യാൻ റെപ്രസെന്റ് എൽ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ നോട്ട് സ്ക്വയർ. ഓക്കെ, സി ഇൻറ്റു ആർ നോട്ട് സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ സിയുടെ വാല്യൂ അറിയാം. ദെൻ സി നമ്മൾ കണ്ടുപിടിച്ചു 68.2 picofarad എന്ന് പറഞ്ഞാൽ 10⁻⁻12. ഓക്കെ, -12. സോ വി വിൽ ഗെറ്റ് 68.2 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു ആർ നോട്ട് എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? 70 ohms ആണ് അല്ലേ? 70 സ്ക്വയർ വരും. സോ ആൻസർ എന്താണ്? 334.2 നാനോ ഹെൻറി പെർ മീറ്റർ. നാനോ ഹെൻറി പെർ മീറ്റർ. എന്താണ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി ആണ്. ഹിയർ എൽ റെപ്രസെന്റ്സ് ദ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ നാനോ ഹെൻറി പെർ meter എന്ന് വരും. ഓക്കെ, then next question, a distortionless line has Z0 is equal to 60 ohm and alpha is equal to 20 millinepper per meter. ഓക്കെ, ആൽഫ ഇൻ്റെ ഡിസ്റ്റോർഷൻലെസ് ലൈൻ ആണെന്ന് തന്നിട്ടുണ്ട്. Z0 തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, ആൻഡ് യു തന്നിട്ടുണ്ട്. യു ഇസ് ഈക്വൽ ടു 0.6 c, വേർ c ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? എല്ലാ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സും ആണ്. ആർ എൽ, ജി സി ആൻഡ് ലാംഡ വേവ് ലെങ്ത്തും കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർ എൽ, ജി സി കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ Z0 എന്ന് പറയുന്നത് എന്താണ്? Z0 ഈസ് ഈക്വൽ ടു 60 ohm ആൻഡ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു 20 millinepper per meter ആണ്. സോ യു വിൽ ബി ഈസ് ഈക്വൽ ടു 0.6 c, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 10⁶6 ഹെർട്സ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 10⁶6 ഹെർട്സ്. ഫ്രീക്വൻസി ഹേർട്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എഫ് ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. ഇനി റേഡിയൻസ് പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഹേർട്സിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ ഫ്രീക്വൻസി എഫ് ആയിരിക്കും. ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? നൊട്ടേഷൻ എന്താണ്? ഒമേഗ. ദെൻ ഒരു ഡിസ്റ്റോർഷൻലെസ് ലൈന് നമ്മളൊക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? ഡിസ്റ്റോർഷൻലെസ് ലൈൻ ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു ജി ബൈ സി. ഫോർ എ ഡിസ്റ്റോർഷൻലെസ് ലൈൻ ആർ ബൈ എൽ എന്ന് പറയുന്നത് ജി ബൈ സിക്ക് ഈക്വൽ ആണ്. ഓക്കെ, ജി ബൈ സിക്ക് ഈക്വൽ ആണ്. ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു ജി ബൈ സി, വിച്ച് ക്യാൻ ബി റിപ്രസെന്റഡ് ആസ് ആർ സി ഈസ് ഈക്വൽ ടു ജി എൽ. ആർ സി എന്ന് പറയുന്നത് ജി എല്ലിന് ഈക്വൽ ആയിരിക്കും. ദെൻ ജി എന്ന് പറയുന്നത് സോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജി ഈസ് ഈക്വൽ ടു ആർ സി ഡിവൈഡഡ് ബൈ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആർ സി ഡിവൈഡഡ് ബൈ എൽ. ദെൻ നമുക്ക് Z0 അറിയാം. Z0 ഈസ് ഈക്വൽ ടു റൂട്ട് എൽ ബൈ സി ആണല്ലേ? റൂട്ട് എൽ ബൈ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്ന് തന്നിട്ടുണ്ട്? 60 ohms എന്ന് തന്നിട്ടുണ്ട്. സോ എൽ ബൈ സി ക്യാൻ ബി എൽ ബൈ സി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ ആൽഫ ഇസ് ഈക്വൽ ടു ഫോർ എ ഡിസ്റ്റോർഷൻലെസ് ലൈൻ. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ആണ് അല്ലേ? റൂട്ട് ആർ ജി ആണ്. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് റൂട്ട് ആർ ജി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ആർ ഇൻറ്റു എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? ആർ ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലേ? റൂട്ട് ആർ ജി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ആർ ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് സോ ആർ ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ. സോ ആർ ഈസ് ഈക്വൽ ടു എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? ആൽഫ ഇൻറ്റു Z0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സി ബൈ എൽ ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് സി ബൈ എൽ ആണ്. ആൻഡ് Z0 ഈസ് ഈക്വൽ ടു
So R can be represented as, which implies R എന്ന് പറഞ്ഞാൽ എന്താണ്? R is equal to alpha into root of L divided by C. Alpha into root of L divided by C. That is alpha into Z0. അല്ലേ? Alpha into Z0. കാരണം Z0 എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ എന്താണ്? root of L by C ആണ്. So R is equal to alpha into Z0 and U is equal to എന്താണ്? So alpha തന്നിട്ടുണ്ട് and ആൽഫ തന്നിട്ടുണ്ട്, Z0 തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് യു എന്ന് പറയുന്നത് എന്താണ്? 0.6 തന്നിട്ടുണ്ട്. യു ഇസ് ഈക്വൽ ടു ഫോർ എ ഡിസ്റ്റോർഷൻലെസ് ലൈൻ യു ഇസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√LC അല്ലേ? 1/√LC ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് ആൽഫ Z0. സോ നമ്മൾ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആൽഫ ഇസ് ഈക്വൽ ടു 20 മില്ലി നെപ്പർ പെർ മീറ്റർ ആയിരുന്നു. സോ 20 × 10⁻³ എന്ന് വരും. ഓക്കെ, മില്ലി ആയതുകൊണ്ട് എന്താ മില്ലി നെപ്പറിനെ നെപ്പറിലോട്ടാക്കാൻ ഇൻറ്റു 10⁻³ ചെയ്യുക. 20 × 10⁻³ ദെൻ Z0ൻ്റെ വാല്യൂ എന്താണ്? 60 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.2 ohms per meter എന്ന് കിട്ടും. 1.2 ohms per meter എന്ന് കിട്ടും. സോ നമുക്ക് R കിട്ടി. ഇനി യു ഡിവൈഡിങ് ഇക്വേഷൻ 11.2.1 ബൈ ഇക്വേഷൻ 11.2.3. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷനെ Z0 ഈക്വൽ ടു റൂട്ട് ഓഫ് L by C എന്നും അതേപോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? U is equal to 1/√LC കിട്ടി. രണ്ടും ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? സോ L is equal to L. So we will Z0. We have Z0 is equal to എന്താണ്? റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ C ആണ്. ആൻഡ് U is equal to U we get as 1/√LC. So Z0 by U is equal to L is equal to, we can represent L is equal to Z0 by U, that is equal to എന്താണ്? റൂട്ട് ഓഫ് L by C ഡിവൈഡഡ് ബൈ 1/√LC എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? root of L divided by C into root LC. That is root C cancel and root L into root L, that becomes L. Okay, L is equal to Z0 divided by U എന്ന് കിട്ടും. രണ്ട് വാല്യൂസ് ഉണ്ട്. Z0 എന്ന് പറയുന്നത് 60 ആണ്. ആൻഡ് U is equal to എന്താണ്? 0.6 into 3 × 10⁸. So 0.6 into 3 × 10⁸, that is equal to എന്ത് വരും? 333 നാനോ ഹെൻറി പെർ മീറ്റർ എന്ന് വരും. 333 നാനോ ഹെൻറി പെർ മീറ്റർ. ദെൻ ഫ്രം ഇക്വേഷൻ 11.2.2a, that is from this equation alpha is equal to root RG, that is equal to R into root C by L, that is equal to R by Z0. R by Z0 we will get എന്താണ്? G is equal to G എന്ന് പറയുന്നതിനെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ആൽഫ സ്ക്വയർ ബൈ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? സോ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആർ ജി ആണ്. സോ ജി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറ്. അപ്പോൾ ആറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. R is equal to 1.2 ohms per meter എന്ന് കിട്ടി. ആൻഡ് ആൽഫ is equal to ക്വസ്റ്റ്യനിൽ അറിയാം 20 മില്ലി നെപ്പർ പെർ മീറ്റർ ആണ്. സോ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 400 × 10⁻⁻6 എന്ന് വരും. ഓക്കെ, ആൽഫ is equal to 20 × 10⁻³ ആണ് അല്ലേ? സോ ആൽഫ സ്ക്വയർ ബിക്കംസ് എന്ത് വരും? 400 into 10⁻⁻6 എന്ന് വരും. ഓക്കെ, അപ്പോൾ G is equal to alpha square by R, that is equal to 400 into 10⁻⁻6 divided by 1.2, that is equal to 333 micro Siemens per meter എന്ന് വരും. 333 micro Siemens per meter. അപ്പോൾ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്താണ്? Siemens per meter. S stands for Siemens. ഓക്കെ, S stands for Siemens. Siemens per meter എന്ന് പറയും. G is equal to alpha square by R, that is equal to 400 into 10⁻⁻6 divided by 1.2, that is equal to 333 micro Siemens per meter. Then multiplying equations. ഇനി നമ്മുടെ
ഇസഡ് നോട്ടിൻ്റെയും യുടെയും ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ബൈ സി ആൻഡ് യു ഈസ് ഈക്വൽ ടു 1 by root LC മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഇംപ്ലൈസ് റൂട്ട് ഓഫ് എൽ ബൈ സി ഇൻറ്റു 1 by root LC. So root L cancelled and root C into root C becomes 1 by C എന്ന് കിട്ടും. ഓക്കെ, 1 by C എന്ന് കിട്ടും. U Z naught is equal to 1 by C എന്ന് കിട്ടും. Then so C can be written as C is equal to 1 divided by U Z naught. 1 divided by U Z naught, that is 1 divided by U is equal to 0.6 C ആണ്. So 0.6 into 3 into 10 raised to 8 into Z naught is equal to 60. So substitute ചെയ്യുന്നു and value എന്ത് കിട്ടും? 92.59 picofarads per meter എന്ന് കിട്ടും. Capacitance is equal to 92.59 picofarads per meter. Then lambda can be, lambda is the wavelength, so lambda is equal to U divided by F ആണ് അല്ലേ. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ് ലാംഡ എന്ന് പറയുന്നത്. സോ വെലോസിറ്റി അറിയാം 0.6 ഇൻറ്റു 3 into 10 raised to 8 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 100 മെഗാ ഹെർട്സ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം 100 into 10 raised to 6. ഓക്കെ, 100 into 10 raised to 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ ഈസ് ഈക്വൽ ടു 1.8 മീറ്റർ എന്ന് കിട്ടും. വേവ് ലെങ്ത് ലാംഡ വിൽ ബി ഈസ് ഈക്വൽ ടു 1.8 മീറ്റർ. ഓക്കെ, ദെൻ സോ എന്താ നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പാരാമീറ്റേഴ്സ് ആണ് കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചത്. ആൻഡ് നമ്മൾ പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്. അതിൽ എന്തൊക്കെയാണ് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്താണെന്ന് പഠിച്ചു, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിനുള്ള ഇക്വേഷൻ പഠിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഇമ്പിഡൻസ്, ദെൻ സിഗ്നൽ ടു SWR and power. Okay. Standing wave ratio. SWR stands for standing wave ratio. Then input impedance, standing wave ratio and power. ഇത്രയാണ് നമ്മളിനി പഠിക്കാനുള്ളത്. ഓക്കെ, then consider a transmission line of length L characterized by lambda and Z naught. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലാംഡ ആൻഡ് ഇസഡ് നോട്ട് ആണ് ഫോർ എ ട്രാൻസ്മിഷൻ ലൈൻ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. കണക്റ്റഡ് ടു എ ലോഡ് ഇസഡ് എൽ, അത് ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ലോഡ് ഇസഡ് എല്ലിലേക്ക്. ആസ് ഷോൺ ഇൻ ഫിഗർ 11.6. 11.6 കാണിച്ചിരിക്കുന്നത് പോലെ എന്താണ്, ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇസഡ് എൽ എന്ന് പറയുന്ന ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ലെങ്ത് L ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആണ്. സോ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പോൾ എന്നായിരുന്നു? രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇസഡ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ലോഡിൽ ഇസഡ് എൽ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അക്രോസ് വോൾട്ടേജ് VL ആൻഡ് കറണ്ട് എന്ന് പറയുന്ന IL ആണ് ലോഡിന് അക്രോസ് ആയിട്ടുള്ള. ഇത് VJ റെപ്രസെന്റ്സ് ജനറേറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വോൾട്ടേജ്, ഇനീഷ്യൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V0 ആണ് ആൻഡ് കറണ്ട് I0. ഓക്കെ, ദെൻ looking into the line, the generator sees the line with the load as an input impedance Zin. ഓക്കെ, നമ്മൾ ജനറേറ്ററിൽ നിന്ന് നമ്മൾ നോക്കുവാണ്, ലോഡിലേക്ക് നോക്കുവാണ്. ലുക്കിംഗ് ഇൻ ടു ദ ലൈൻ, the generator sees the line with the load as an input impedance Zin. ഓക്കെ, ഈ ലൈനിനെ എന്താണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ലൈനിലേക്ക് ഒരു ഇൻപുട്ട് ഇമ്പിഡൻസ് ഇസഡ് ഇൻ ഉണ്ടെന്നാണ് കാണുന്നത് അല്ലേ. ഇസഡ് ഇൻ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിട്ടാണ് കാണുന്നത്. ദെൻ ഇറ്റ് ഈസ് അവർ ഇന്റൻഷൻ ഇൻ ദിസ് സെക്ഷൻ ടു ഡിറ്റർമൈൻ ദ ഇൻപുട്ട് ഇമ്പിഡൻസ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കണേ? ഇൻപുട്ട് ഇമ്പിഡൻസ്, സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ SWR ആൻഡ് പവർ ഫ്ലോ ഓൺ ദി ലൈൻ. ഓക്കെ, പവർ ഫ്ലോ കണ്ടുപിടിക്കും, ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കും, സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കണ്ടുപിടിക്കും. ലെറ്റ് ദ ട്രാൻസ്മിഷൻ ലൈൻ extend from Z equal to 0 at the generator to Z equal to L at the load. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ജനറേറ്ററിൽ Z equal to 0 ആയിരിക്കും, ലോഡിൽ Z equal to L ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ്സ് ഇൻ ഇക്വേഷൻ
11.15 and 11.16. That is നമ്മുടെ എന്താണ് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻ. നമ്മൾ ജനറലി വോൾട്ടേജും കറണ്ടും എങ്ങനെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്തിരുന്നത് അല്ലേ? വോൾട്ടേജും കറണ്ടും റെപ്രസെൻറ്റേഷൻ കണ്ടായിരുന്നു അല്ലേ? VS(Z) വേവ് ഇക്വേഷൻസ് ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് VS(Z) ഈസ് ഇക്വൽ ടു V0 പ്ലസ് e റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് V0 മൈനസ് e റേസ് ടു ഗാമ ഇസഡ് എന്ന് കണ്ടായിരുന്നു. ആൻഡ് IS(S) എന്ന് പറയുന്നത് എന്താണ്? IS(Z) ഈസ് ഇക്വൽ ടു I0 പ്ലസ് e റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് I0 മൈനസ് e റേസ് ടു ഗാമ ഇസഡ് ആയിരുന്നു. ആൻഡ് I0 പ്ലസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് I0 പ്ലസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് V0 പ്ലസ് ഡിവൈഡഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് Z0 ആൻഡ് I0 മൈനസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എന്തായിരുന്നു? V0 മൈനസ് ഡിവൈഡഡ് ബൈ Z0. ഓക്കെ, I0 മൈനസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മൈനസ് V0 മൈനസ് ഡിവൈഡഡ് ബൈ Z0. സോ അവർ ഇക്വേഷൻസ് ബിക്കംസ് എന്താകും? നമ്മുടെ ഇക്വേഷൻസ് എന്താകും? സോ അവർ ഇക്വേഷൻ ബിക്കം VS(S) ഈക്വൽ ടു V0 പ്ലസ് e റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് V0 മൈനസ് e റേസ് ടു ഗാമ ഇസഡ് ആൻഡ് IS(Z) ഈസ് ഈക്വൽ ടു എന്ത് വരും? V0 plus divided by Z0 e raised to minus gamma Z minus V0 minus divided by Z0 e raised to gamma Z എന്ന് വരും. And where equation 11.18 has been incorporated. Okay, അപ്പോൾ നമ്മൾ I0 പ്ലസിന് എന്ത് കൊടുത്തു? V0 പ്ലസ് ഡിവൈഡഡ് ബൈ Z0 എന്നും I0 മൈനസിന് മൈനസ് V0 മൈനസ് ഡിവൈഡഡ് ബൈ Z0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ IS(S) എന്ന് പറയുന്നത് എന്ത് വരും? V0 plus divided by Z0 e raised to minus gamma Z minus V0 minus divided by Z0 e raised to gamma Z എന്ന് വരും. And to find V0 plus and V0 minus, V0 പ്ലസും V0 മൈനസും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ടെർമിനൽ കണ്ടീഷൻസ് മസ്റ്റ് ബി ഗിവൺ. അപ്പോൾ രണ്ട് ടെർമിനൽസ് ഉണ്ട്, Z equal to 0 and Z equal to L. ആ രണ്ട് കണ്ടീഷൻസും നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. So, for example, if we are given the condition at the input, say V0 equal to V of Z equal to 0 എന്ന് കൊടുക്കുക, I0 equal to I of Z equal to 0, I0 is equal to V of Z equal to 0 എന്നും I0 equal to I of Z equal to 0 ആണ്. And so we are substituting the this into equation. So we will get എന്തായിരുന്നു? V0 is equal to എന്ത് കിട്ടും? V0 is equal to എന്ത് കിട്ടും? So V0 is equal to, we can represent V0 of Z equal to 0. V0 is equal to എന്തെന്ന് വരും? V0 plus e raised to minus gamma Z ആണല്ലേ? Z equal to 0 വരുമ്പോൾ e raised to minus gamma 0 then plus V0 minus e raised to gamma 0. Okay, this can be represented as എന്തെന്ന് എഴുതാൻ സാധിക്കും? V0 plus എന്ത് വരും? V0 minus. And അടുത്ത ഇക്വേഷൻ ഏതാണ്? I0 is equal to V0 plus divided by Z0 into e raised to minus gamma 0 minus V0 minus divided by Z0 e raised to gamma 0. So we will get 1 by Z0 into എന്ത് വരും? V0 plus minus V0 minus എന്ന് വരും. Then we can write this as എന്തെന്ന് എഴുതാൻ സാധിക്കും? I0 Z0 is equal to എന്തെന്ന് എഴുതാൻ സാധിക്കും? V0 plus minus V0 minus. Okay, V0 plus minus V0 minus. Then here we have two equations. This is first equation and this is second equation. Consider this as 1 and 2 equations, 1 and 2. Then 1 plus 2 gives 1 plus 2 ചെയ്യുക. So we will get എന്താണ്? 1 plus 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? V0 plus V0, that is 2V0 കിട്ടും. 2V0 plus and V0 minus V0 minus ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. 0 is equal to എന്തെന്ന് കിട്ടും? V0 plus
I0 Z0 എന്ന് കിട്ടും. I0 Z0 എന്ന് കിട്ടും. Then so we can write V0 plus as V0 plus എന്ന് പറയുന്നത് എന്ത് വരും? 1/2 into V0 plus I0 Z0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V0 plus is equal to എന്ത് കിട്ടി? 1/2 into V0 plus Z0 I0 എന്ന് കിട്ടും. V0 plus Z0 I0 എന്ന് കിട്ടും. സിമിലർലി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. സോ 1 - 2 ഞാൻ ഇവിടെ എഴുതുവാണ്, കൺഫ്യൂഷൻ ആവരുത്. സോ 1 - 2 എന്ത് വരും? V0 പ്ലസ് മൈനസ് V0 പ്ലസ് ക്യാൻസൽ ആകും. പ്ലസ് V0 മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ 2 V0 മൈനസ് എന്ന് വരും. 2 V0 മൈനസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ്. 2 V0 മൈനസ് ഈസ് ഈക്വൽ ടു V0 മൈനസ് I0 Z0 എന്ന് വരും. സോ V0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഹാഫ് into V0 minus Z0 I0 എന്ന് കിട്ടും. ഓക്കെ, ഹാഫ് into V0 minus Z0 I0 എന്ന് കിട്ടും. Then if the input impedance at the input terminals is Zin, the input voltage V0 and the input current I0 are easily obtained from figure. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ റേസ് ചെയ്യുവാണ്. ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Zin എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് V0നെ ഇൻപുട്ട് കറണ്ട് I0നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? Zin ഡിവൈഡഡ് ബൈ Zin പ്ലസ് Zg. ഓക്കെ, Zin ഡിവൈഡഡ് ബൈ ഹിയർ നമുക്ക് എന്ത് വരും? Zin പ്ലസ് Zg വരും അല്ലേ? Zin ഡിവൈഡഡ് ബൈ Zin പ്ലസ് Zg into Vg എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്ലൈയിങ് ദി വോൾട്ടേജ് ഡിവൈഡർ റൂൾ ആൻഡ് കറണ്ട് ഡിവൈഡർ റൂൾ. സോ വി വിൽ ഗെറ്റ് V0 is equal to Zin ഡിവൈഡഡ് ബൈ Zin plus Zg into Vg. and current divider rule apply ചെയ്യുന്നു. So I0 is equal to എന്ത് വരും? Vg divided by Vg. Simply എന്ത് represent ചെയ്യാം? Vg divided by equivalent impedance Zin plus Zg. Okay, voltage divided by resistance, impedance, voltage divided by impedance, that is Zin plus Zg. and voltage is equal to എന്താണ്? Voltage V0 is equal to Zin divided by Zin plus Zg. Okay, Zin plus Zg into Vg. Okay, into Vg. Then V0 is equal to V0 എന്ന് പറയുന്നത് എന്ത് വരും? Zin divided by Zin plus Zg, total impedance Zin plus Zg into എന്ത് വരും? ഇവിടെ ഇൻപുട്ടേ വരുന്ന വോൾട്ടേജ്, സോ Vg വരും. and I0 is equal to എന്ത് വരും? Vg divided by total impedance, so Zin plus Zg എന്ന് വരും. Then on the other hand, if we are given the conditions at the load, say ലോഡിലെ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? VL എന്ന് പറയുന്നത് എന്തായിരിക്കും? Z equal to L. V of Z is equal to L ആയിരിക്കും. VL is equal to V voltage at Z equal to L. and load current IL is equal to load current IL is equal to എന്താണ്? I of എന്ത് വരും? Z is equal to L. Okay, Z equal to L. I of Z equal to L എന്ന് വരും. Then substituting these into equation 11.24 and 11.25. Similarly നമ്മൾ Z equal to 0 ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യാണ്. സോ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? VL, here not V0, so VL is equal to എന്ത് വരും? VL is equal to V0 plus e raised to minus gamma, then Z equal to എന്താണ്? L ആണ് അല്ലേ? minus gamma L plus V0 minus e raised to gamma L, and IL is equal to എന്താണ്? V0 plus divided by ZL. V0 plus divided by Z0 e raised to minus gamma L plus V0 minus, not plus, minus here,
minus V0 minus divided by Z0 e raised to gamma L. And so then നമ്മൾ IL Z0 എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാൻ പറ്റും? From this IL into Z0 is equal to Z0 will be is equal to എന്തായിരിക്കും? V0 plus e raised to minus gamma L minus V0 minus e raised to gamma L എന്ന് കിട്ടും. V0 minus e raised to gamma L എന്ന് കിട്ടും. Then we are എന്ത് ചെയ്യണം? ഫസ്റ്റ് ആഡ് ചെയ്യുന്നു. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? VL plus IL Z0 IL Z0 VL plus IL Z0 into e raised to gamma L എന്ന് പറയുന്നത് എന്ത് വരും? ഇൻറ്റു e raised to gamma L is equal to എന്ത് വരും? 2V0 പ്ലസ് എന്ന് വരും. 2V0 പ്ലസ് എന്ന് വരും. Then again നമുക്ക് എന്തെന്ന് എഴുതാം? Here VL minus IL Z0 into e raised to Z0 into e raised to minus gamma L is equal to എന്ത് വരും? 2V0 plus 2V0 മൈനസ് എന്ന് വരും. ഫ്രം ദീസ് ടു ഇക്വേഷൻസ് നമുക്ക് എന്ത് കിട്ടും?